പ്രസ്ഥാനത്തിലുണ്ടായ ഭിന്നിപ്പിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തോടൊപ്പം നിൽക്കുവാനും എന്നെ പ്രേരിപ്പിച്ചത് ആ ഘടകം തന്നെയായിരുന്നു. അതായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാ ആരാധനക്കരൻ അല്ലാഹു എന്ന് മാത്രം പറഞ്ഞാൽ കാര്യം ശരിയാവുകയില്ല. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കപ്പെടാൻ പാടില്ല. അതിന്റെ വശങ്ങളെയും ചൂണ്ടിക്കാണിച്ചെങ്കിൽ മാത്രമേ ഒരാൾക്ക് ശരിയായ വണ്ണം തൗഹീദ് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈരാറ്റുപേട്ടയിലെ വിധവാങ്ങൽ പ്രസംഗം എനിക്ക് ഉപോത്ബലകമായി എനിക്ക് ഇന്നും എന്റെ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രേരണ നൽകുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ഞാൻ വരാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ അന്വേഷിച്ചു. AP കുറിച്ച് എനിക്ക് പരിചയമില്ല. അന്നത്തെ പ്രസിഡന്റ് ഡോക്ടർ ഉസ്മാൻ സാഹിബാണ്. അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് പരിചയമില്ല. ആകപ്പാടെ പരിചയമുള്ള പ്രസിദ്ധീകരണങ്ങൾ അൽമനാറും അൽ ഇസ്ലാഹുമാണ്. അൽ ഇസ്ലാഹിന്റെ ഓഫീസിലേക്ക് ഞാൻ കത്തയച്ചു. അന്നെന്തോ ആവശ്യാർത്ഥം എന്തോ ഒരു ജോലിക്കാരാവശ്യപ്പെട്ടപ്പോൾ ഞാൻ അതിലേക്ക് കത്തയച്ചു. ഞാനിങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനവുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു. പ്രസ്ഥാനത്തെക്കുറിച്ച് കൂടുതലായി ഞാൻ പഠിച്ചിട്ടില്ല. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ 1999 ഫെബ്രുവരിയിലാണ് കടന്നു വരുന്നത്. 1998 ജൂൺ മാസത്തിൽ തന്നെ എനിക്ക് ഈരാറ്റുപേട്ടയിൽ നിന്നും വിടവാങ്ങാൻ അതിയായ താല്പര്യമുണ്ടായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും ജമാഅത്തിന്റെയും വ്യവച്ഛേദിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. രണ്ടും ഒന്നാണെന്ന ഒരു തെറ്റിദ്ധാരണയും എന്നെ സംബന്ധിച്ചുണ്ടായിരുന്നു. എല്ലാ മുസ്ലിയാക്കന്മാർക്കും ഇന്നും ഉള്ളതുപോലെ തന്നെ. അങ്ങനെ ഞാൻ വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥാപനമായ ചെന്നമംഗല്ലൂർ ഇസ്ലാഹിയയിൽ ഞാൻ ബന്ധപ്പെടുകയും അവരെന്നെ ജോലിക്ക് വേണ്ടി ക്ഷണിക്കുകയും ചെയ്തു. 1998 ജൂൺ 15-നും 16-നും ഞാൻ അവിടെ രജിസ്റ്ററിൽ ഒപ്പുവെച്ചുകൊണ്ട് അവിടെ ജോലിക്ക് ചേർന്നു. ജോലിക്ക് ചേർന്നപ്പോൾ അവിടുത്തെ മാനേജ്മെന്റിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, നാം വാർത്തെടുക്കുന്ന കുട്ടികൾ അവർ ഭാവിയിൽ പണ്ഡിതന്മാരല്ല. അതുകൊണ്ട് നിങ്ങൾ അത്ര സ്ട്രെസ് ചെയ്തുകൊണ്ട് അവരെ പഠിപ്പിക്കേണ്ടതില്ല. അവരോട് കാര്യം പറഞ്ഞ് അത്ര സ്ട്രെസ് ചെയ്തുകൊണ്ട് ഇതാണ് ശരിയെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അത് 15-നും 16-ന്റെയും പഠനത്തിൽ ഞാൻ അവസാനിപ്പിച്ചു. ഞാൻ മനസ്സിലാക്കിയ ആദർശമനുസരിച്ചുകൊണ്ട് ആദർശത്തോട് കടിശത പുലർത്തുന്നവരാണെന്നായിരുന്നു മുജാഹിദിനെയും ജമാഅത്തിനെയും ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ ഈരാറ്റുപേട്ടയിലേക്ക് തിരിച്ചുപോയി. ഉസ്താദുമാരോട് ഞാൻ പറഞ്ഞു, എനിക്കിവിടെ വരാൻ തീർത്തും താല്പര്യമില്ല. ഉസ്താദുമാർ എന്നോട് പറഞ്ഞത്, നീ ഇവിടെ നിന്ന് പോയാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ജോലി ചെയ്താൽ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയിൽ ജോലി ചെയ്താൽ നാളെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നീ മുജാഹിദായി എന്ന് എഴുതിവിടും. അത് ഈ സ്ഥാപനത്തിന് ക്ഷീണമാണ്, നമുക്കെല്ലാവർക്കും ക്ഷീണമാണ്, ഈ നാടിന് ക്ഷീണമാണ്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിലേക്ക് വരുന്ന വരുമാനങ്ങളെ തടയാതിരിക്കാൻ നീ ശ്രമിക്കണം. അതുകൊണ്ട് ഭാവിയിൽ നിന്നെപ്പോലെ വളർന്നു വരേണ്ട കുട്ടികളെ അവരുടെ അന്നം മുടക്കിക്കൊണ്ട് നീ ഒരിക്കലും പോകരുത്. ഞാൻ പറഞ്ഞ ആദർശത്തെ എതിർക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ഞാൻ വീണ്ടും അവരോടൊപ്പം 6 മാസവും കൂടി ചെലവഴിച്ചു. പക്ഷേ എൻ്റെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ തരുന്ന ഭീമമായ സംഖ്യ പോലും എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നതായിരുന്നില്ല. അങ്ങനെ 1999 ഫെബ്രുവരി 10-ാം തീയതി ഞാൻ ബഹുവന്യനായ, അതിനു മുമ്പ് ഞാൻ അൽ ഇസ്ലാഹ് ഓഫീസുമായി ബന്ധപ്പെടുകയും ഇസ്ലാഹിന്റെ ഓഫീസിൽ ചെന്നപ്പോൾ അന്ന് പോക്കർ അതിന്റെ എഡിറ്ററായിരുന്നു. പോക്കറിനെ ബഹുവന്യനായ അബ്ദുറഹ്മാൻ സലഫിയുമായി ബന്ധപ്പെടുത്തി. ഞാൻ സലഫിയുടെ അടുക്കൽ അരീക്കോട് ചെന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ചവനല്ല, പക്ഷേ കുറേയധികം ആദർശം എനിക്കുണ്ട്. ഇസ്തിഹാസ പാടില്ല എന്നുള്ളതിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നവനാണ്. സലഫി പറഞ്ഞു, നിങ്ങൾക്ക് ആദർശം പഠിക്കാനുള്ള അവസരം ഞാൻ ഒരുക്കിത്തരാം. അങ്ങനെ ബഹുവന്യനായ സലഫി ഒരാഴ്ച കഴിഞ്ഞ് എന്നോട് വിളിക്കാൻ പറയുകയും എന്നെ ജാമ്യയിലേക്ക് പോകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. NPയും AP-യും അവിടെ എന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്നെത്തണം, അവർക്ക് കോഴിക്കോട്ടേക്ക് പോകേണ്ടതാണെന്നും പറഞ്ഞു. ഞാൻ ഇന്നും ദുഃഖത്തോടു കൂടി ഓർക്കുന്നു. ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു നല്ല മനുഷ്യനെ ജാമ്യയിൽ വെച്ച് ഞാൻ കണ്ടു. ജാമ്യയിൽ പോകുമ്പോൾ ബഹുവന്യനായ AP-യും NPയും എന്നെ കാത്തിരിക്കുകയായിരുന്നു. അവരുടെ മുമ്പിൽ ഞാൻ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി എൻ്റെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങൾക്കിവിടെ ഒരു ജോലി തരാം, പക്ഷേ ഈരാറ്റുപേട്ടയിൽ വാങ്ങിയ ശമ്പളത്തിന്റെ 1/3 മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഞാൻ പറഞ്ഞു, എനിക്ക് അതിൽ പ്രശ്നമില്ല. 1800 രൂപയ്ക്കാണ് ഞാൻ ജാമ്യയിൽ ജോലിക്ക് ചേർന്നത്. അതേസമയം ഞാൻ ഈരാറ്റുപേട്ടയിൽ നിന്നും വരുമ്പോൾ മാസം ശമ്പളവും കിമ്പളവുമായി 6000-ഓളം രൂപ പ്രതിമാസം വരുമാനമുള്ളവനായിരുന്നു. എന്നിട്ട് ബഹുവന്യനായ NP AP-യും കൂടി കോഴിക്കോട്ടേക്ക് വന്നു. എന്നോട് ബുധനാഴ്ച വരുവാനാണ് പറഞ്ഞത്. ബുധനാഴ്ച ജാമ്യയിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ NPയുടെ മരണവാർത്തയായിരുന്നു എന്നെ സ്വാഗതം ചെയ്തത്. ഞാൻ ഇന്നും വ്യസനത്തോടു കൂടി ആ നല്ല മനുഷ്യനെ ഓർക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ടു. കൂട്ടുകാർ പറഞ്ഞു, മുജാഹിദ് പ്രസ്ഥാനത്തെ നമുക്ക് അംഗീകരിക്കാം. മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. ഈരാറ്റുപേട്ടയിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരുമായി സംവദിക്കുമായിരുന്നു. അവർ പറയുമായിരുന്നു, പ്രവാചകരിൽ ശ്രേഷ്ഠനായ മുഹമ്മദ് നബിയെയോ
ഖലീലുല്ലാഹിയായ ഇബ്രാഹിം നബിയെയോ 1000 പ്രാവശ്യം വിളിച്ചാൽ ഹാജരാവുകയില്ല, പിന്നെയല്ലേ ഔലിയാക്കളിൽ ഒരാളായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഹാജരാകുന്നത് എന്ന് എന്നോട് ചോദിക്കുമായിരുന്നു. അങ്ങനെ കൂട്ടുകാരുടെ ആ ആദർശം പക്ഷെ അവർ തുറന്നു പറയാൻ തയ്യാറായില്ല. ഇന്ന് ഞാൻ എൻ്റെ ആദർശത്തിൽ വിശ്വസിച്ചതിന്റെ പേരിൽ വളരെയധികം തൽപരനാണ്, തൃപ്തനാണ് എന്ന് മാത്രമല്ല തുച്ഛമാണെങ്കിലും വളരെയധികം മനസ്വസ്ഥതയോടുകൂടി ജീവിക്കുന്നവനാണ്. ഇത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പ്രതിയോഗികൾ പലപ്പോഴും പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം കാശ് കൊടുത്തുകൊണ്ടാണ് പലരെയും കൊണ്ടുപോകുന്നതെന്നാണ്. അല്ല, മറുഭാഗത്തു നിന്ന് കിട്ടുന്ന ഭീമമായ സംഖ്യകൾ പോലും ഞങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഈ ആദർശത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഈരാറ്റുപേട്ടയിലേക്ക് പ്രസംഗിക്കാൻ പോകരുതെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ 3 വർഷം പോകാതെ നിന്നു. അങ്ങനെ 3 വർഷം പോകാൻ അറച്ചു നിന്നു. അവസാനം ഒരു ദിവസം പോകാൻ ഉറച്ചു. അവിടെ പോയാൽ കാല് വെട്ടുമെന്ന് പറഞ്ഞു, കൈ വെട്ടുമെന്ന് പറഞ്ഞു, തിരിച്ചു ജീവനോടുകൂടി വരില്ല എന്ന് ആളുകളിലൂടെയും ഫോൺ മുഖേനയും എന്നെ അറിയിച്ചു. അവസാനം ഞാൻ പോയി എൻ്റെ കാര്യം എന്തുകൊണ്ട് ഞാൻ മുജാഹിദായി എന്ന വിഷയം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. എൻ്റെ ഉസ്താദുമാർ ഇരുട്ടത്ത് നിന്നുകൊണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രസംഗിച്ച് തിരിച്ചു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉസ്താദുമാരുടെ ഇടയിലുണ്ടായിരുന്ന ചർച്ച, അവിടെയുള്ള കുട്ടികൾ തന്നെ എന്നെ അറിയിച്ചത് കാര്യമാണ് അവൻ പറഞ്ഞതിൽ ഒരിക്കലും കാര്യക്കേടില്ല എന്നവർ പറഞ്ഞു. അതായത് മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന കാര്യം യാഥാർത്ഥ്യമാണെന്ന് മനസ്സറിവോടുകൂടി അല്ലെങ്കിലും സമ്മതിക്കാൻ ഇന്ന് പൗരോഹിത്യം വിധേയമായി കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തെ ഉൾക്കൊള്ളാൻ പലരും തയ്യാറാണെങ്കിലും നേരത്തെ ഞാൻ സൂചിപ്പിച്ച രീതിയിലുള്ള മുമ്പിലും പിന്നിലുമുള്ള മറയാണ് അവരെ മടക്കുന്നത്. മിമ്പൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ. മുമ്പിലും മറയുണ്ട്, പിമ്പിലും മറയുണ്ട്. മുന്നിലൂടെ കിട്ടുന്ന കൈമടക്കുകളും പിന്നിലുള്ള അണികളും അനുയായികളും തങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള വിചാരം മാത്രമാണ് പലരെയും മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത്. അല്ലാതെ മുജാഹിദ് പ്രസ്ഥാനം ഉദ്ഘോഷിക്കുന്ന ആശയം തെറ്റാണെന്ന് സൂചിപ്പിക്കുവാൻ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷാഫി മദ്ഹബിന്റെയോ അല്ലെങ്കിൽ മദ്ഹബിന്റെയോ അടിസ്ഥാനത്തിൽ ഒരാൾക്കും സാധിക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനത് തൃപ്തനായി നിൽക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ ശ്രോതാക്കളെ, മനസ്സിൽ കൈവച്ചുകൊണ്ട് നാം വിശ്വസിച്ച ഈ ആദർശം സത്യത്തിന്റെ ആദർശമാണ്. പ്രവാചക പുങ്കവൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ പഠിപ്പിച്ചു കൊടുത്ത ആദർശമാണ്. ഈ ആദർശം സത്യത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും ആദർശമാണ്. ഇതിൽ അടിയുറച്ച് വിശ്വസിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് മനസ്സിലാക്കി തന്ന ആദർശത്തോട്, പ്രവാചകനോട് നാം എതിരാവുകയും മഹാത്മാക്കളായ മുഅ്മിനുകൾ ജീവിച്ചതിന് വിരുദ്ധമായ ഒരു ആദർശത്തിൽ നാം ജീവിക്കുകയും ചെയ്താൽ നമ്മുടെ അഭയകേന്ദ്രം നരകമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ താക്കീത് നൽകുന്നുണ്ട്. അതുകൊണ്ട് സ്വർഗം മോഹിക്കുന്നോ, ഈ ആദർശത്തിന്റെ അതിമഹത്തായ ഈ പ്രസ്ഥാനത്തിന്റെ അതിമഹത്തായ ആദർശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആദർശത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ, മറ്റ് ഭൗതിക ലാഭേച്ഛകളെ യാതൊരുവിധ കണ്ണുകൊണ്ടും കാണാതെ ഉൾക്കൊള്ളുവാൻ തയ്യാറാകണമേ എന്ന് വിനയപുരസ്സരം ഉണർത്തിക്കൊണ്ട്, ഇനിയും പ്രസംഗകന്മാർ ധാരാളം കാത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ്. അള്ളാഹുവേ, ഈ സത്യമാർഗത്തിൽ, ഈ ധന്യമാർഗത്തിൽ ജീവിക്കുവാനും ഇതിനുവേണ്ടി ജിഹാദ് നടത്തുവാനും നീ ഞങ്ങൾക്ക് അവസരം തന്നനുഗ്രഹിക്കണമേ തമ്പുരാനെ. ആമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി ഈ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് 14 വർഷം നെട്ടൂർ, വില്യാപ്പള്ളി, മലപ്പുറം, കോടങ്ങാട് എന്നീ സ്ഥലങ്ങളിൽ ദർസ് പഠിക്കുകയും ഉപരിപഠനാർത്ഥം നന്ദി ദാറുസ്സലാം അറബിക് കോളേജിലും തുടർന്ന് വർക്കല മന്നാനിയ അറബിക് കോളേജിൽ നിന്നും മന്നാനി ബിരുദം എടുക്കുകയും സുന്നി മഹല്ല് ഫെഡറേഷൻ കുറ്റ്യാടി മേഖല പ്രസിഡന്റുമായിരുന്ന മൊയ്തു മന്നാനി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. നല്ലവരായ പണ്ഡിതന്മാരെ, ഇസ്ലാഹി പ്രവർത്തകരെ, ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്ന നാമധേയത്തിൽ നടത്തപ്പെടുന്ന ഈ പരിപാടിയിൽ ഒരുപാട് പണ്ഡിതന്മാർ നമ്മെ അഭിമുഖീകരിച്ച് അവരുടെ അനുഭവം വിശദീകരിച്ച് തരികയാണ്. ഈ ഹാഫ് ഡേ പ്രോഗ്രാം കൊണ്ട് ഇതിൽ നിന്ന് പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരാളുടെ അനുഭവം തന്നെ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. എന്നിരിക്കെ ഈ പണ്ഡിതന്മാർക്ക് മുഴുവനും പറയാനുള്ളത് പറഞ്ഞു തീർക്കാൻ സമയം പര്യാപ്തമല്ല. ഇന്ന് കേരളക്കരയിൽ ഒട്ടനവധി ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ പണ്ഡിതന്മാരും വിവരം കുറഞ്ഞ ആളുകളുമെല്ലാമുണ്ട്. നൂറുകണക്കിന് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക്. ആർക്കും ഇത് മൂടിവെക്കാൻ കഴിയുകയില്ല. അത്രയും ആളുകൾ ദൈനംദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ടൗൺ ഹാളിൽ വെച്ച് നടത്താൻ നിശ്ചയിക്കപ്പെട്ട ഈ പരിപാടി. എനിക്ക് കഴിയില്ലെന്ന് ടൗൺ ഹാള് പറഞ്ഞതിനാൽ മുതലക്കുളത്തേക്ക് മാറ്റിയത്. മുതലക്കുളം പറയും എനിക്കും ഇത്തരം പരിപാടികളൊന്നും ഉൾക്കൊള്ളാൻ സാധ്യമല്ലെന്ന്. അപ്പോൾ കടപ്പുറത്തേക്കോ മറ്റോ നീങ്ങേണ്ടി വരും. ഇതിൽ വരുന്ന പണ്ഡിതന്മാർ, അഭിമുഖീകരിക്കുന്ന പണ്ഡിതന്മാർ മാത്രമല്ല, ഇവിടെ കൂടിയ ഒട്ടനവധി ആളുകൾ അടുത്തിടെയായി പ്രസ്ഥാനത്തെ ആകർഷിച്ചിങ്ങോട്ട് വന്നവരാണ്. ഈ ഒഴുക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴും മറുഭാഗത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആളുകൾ അതിൻ്റെ പിന്നാലെ കൂടിയിട്ട് പുതിയ പുതിയ ബിദ്അത്തുകൾ നാട്ടിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാണുന്ന ബിദ്അത്തുകൾ കഴിഞ്ഞ പ്രാസംഗികന്മാർ സൂചിപ്പിച്ചതുപോലെ മുമ്പ് കേട്ടുകേൾവിയില്ലാത്തവകളാണ്. അവ പ്രചരിപ്പിക്കാൻ ആധുനിക മാധ്യമങ്ങൾ വരെ ഉപയോഗപ്പെടുത്തിയിട്ട് എല്ലാവിധേനയും പ്രോത്സാഹിപ്പിക്കപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ചെറുകഥയാണ്. ഒരാൾക്ക് ഒരു മാനസിക രോഗമുണ്ടായിരുന്നു. പലവിധത്തിലും മാനസിക രോഗമുണ്ടാകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മാനസിക രോഗം ഞാൻ തവളയാണെന്ന് വിചാരിക്കലാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാറുള്ളത് കോഴിയെ കാണുമ്പോൾ പേടിച്ചകത്തേക്ക് ഓടിക്കയറും. ചോദിച്ചാൽ പറയും ഞാൻ തവളയാണെന്ന്. എങ്ങനെ പറഞ്ഞു കൊടുത്തു നോക്കുമ്പോഴും ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അവസാനം ഒരു ഡോക്ടറെ സമീപിച്ച് അദ്ദേഹം കുറേ മരുന്നൊക്കെ കൊടുത്ത് നല്ല ഉപദേശങ്ങളും കൊടുത്ത് രോഗമൊക്കെ മാറി. കുറേ കാലം കഴിഞ്ഞപ്പം വീണ്ടും രോഗം ആവർത്തിച്ച് ഇയാൾ തവളയെ കാണുമ്പോൾ, കോഴിയെ കാണുമ്പോൾ ഓടി അകത്ത് കയറാൻ തുടങ്ങി. അദ്ദേഹത്തോട് കുടുംബക്കാർ പറഞ്ഞു കൊടുത്തു, നീ തവളയല്ലെന്ന് മനസ്സിലായില്ലേ? വീണ്ടും ഡോക്ടറെ സമീപിച്ചപ്പോൾ ഇദ്ദേഹം ഡോക്ടറോട് പറഞ്ഞത്, എനിക്ക് മനസ്സിലായി ഞാൻ തവളയല്ലെന്ന്, പക്ഷേ കോഴിക്ക് മനസ്സിലായില്ലല്ലോ. കോഴി വിചാരിക്കുന്നത് ഞാൻ തവളയാണെന്ന, അതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് ഓടിക്കയറുന്നത്. 10 മടങ്ങ് ശക്തിയോടുകൂടി രോഗം തിരിച്ചു വന്നിരിക്കുകയാണ്. അതുപോലെ ഈ സമുദായത്തിലെ ബിദ്അത്തുകൾ കൂടുതൽ കൂടുതൽ ശക്തിയോടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങൾ ഒഴുകി വരുന്നു, പണ്ഡിതന്മാർ ഒഴുകി വരുന്നു എന്ന് കരുതി സമാധാനിച്ചിരിക്കരുത്.
അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ പടപൊരുതാൻ ഒറ്റക്കെട്ടായി നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. ഈ പ്രസ്ഥാനത്തെ ആകർഷിക്കാൻ കൂടുതൽ പാണ്ഡിത്യത്തിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ മനസ്സിലാക്കാൻ ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്ന, നാം അനുഭവിക്കുന്ന വിദ്യാഭ്യാസം, പ്രപഞ്ചത്തിലൂടെ നാം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അത് മാത്രം മതി അള്ളാഹുവിനെ മനസ്സിലാക്കാൻ. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവൻ മാത്രമേ ഇലാഹുള്ളൂ എന്ന് മനസ്സിലാക്കാൻ ഒട്ടനവധി കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ കാര്യങ്ങൾ മുൻനിർത്തിയിട്ട് തന്നെയാണ് പ്രവാചക പുങ്കവർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യകാല പ്രവർത്തകരോട്, നിങ്ങളാ സൂര്യൻ കാണുന്നില്ലേ, അതിൻ്റെ കിരണങ്ങൾ കാണുന്നില്ലേ, ചന്ദ്രൻ കാണുന്നില്ലേ, അതിൻ്റെ ചലനങ്ങൾ കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന, മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് അവനെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നത്. അഥവാ ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഈ ആശയമാണ് ഈ പ്രസ്ഥാനം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നതും ആളുകൾ. എന്നാൽ ഈ സത്യം എന്തുകൊണ്ട് ബഹുഭൂരിഭാഗം ആളുകൾക്കും മനസ്സിലാകുന്നില്ല എന്നതും ഒരു വിഷയമാണ്. ഒരുപാട് ആളുകൾ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ച് വരുന്നുണ്ട് എങ്കിൽ ഒരുപാട് ആളുകളും പണ്ഡിതന്മാർ വരാതിരിക്കുന്നുണ്ടല്ലോ. സാധാരണക്കാരുടെ ആശങ്കയാണത്, സംശയമാണത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ചില കാരണങ്ങൾ എനിക്ക് വേദിയിൽ വെച്ച് തുറന്നു പറയാൻ പ്രയാസമുണ്ട്. പ്രതിപക്ഷ ബഹുമാനം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല. പിന്നെ മറ്റു ചില കാര്യങ്ങൾ, എന്തൊക്കെയോ പഠിച്ചു എന്ന് സമൂഹം മനസ്സിലാക്കുന്ന ചില ആളുകൾ യഥാർത്ഥത്തിൽ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. എന്തുകൊണ്ടെന്നാൽ ആ നിലക്കാണ് നമ്മുടെ പള്ളി ദർസുകളിലുള്ള പാഠ പദ്ധതികളൊക്കെ ഇന്നും നിലനിൽക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സഞ്ചാൻ എന്ന ഒരു കിതാബ്. സഞ്ചാൻ തുഞ്ചാണ്ട് 5 ഓതിയാൽ ഒരു മുസ്ലിയാരാവും എന്നൊക്കെയാ പറയുക. അറബി ഭാഷ പഠിപ്പിക്കുകയാ അതിലൂടെ. അതിൽ ഇമ്മാ തറയിന്ന എന്ന ഒരു പദമുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊക്കെ ഒരുപാട് തവണ കേട്ടതായിരിക്കും. ആ പദത്തിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നത് അസ്ലുഹു തർഅയീന, അതാദ്യം തർഅയീന എന്നായിരുന്നു, അതായി പറഞ്ഞത്. എന്നിട്ടൊരു ശ്ലോകമുണ്ട്, ഹംസ മുത്തഹരിക്കും ഹംസന്റെ മാക്കബിൽ സൈസാക്കിനുമായപ്പോൾ ഹംസന്റെ അറക്കത്തിനേക്കാൾ ചെയ്ത് മാക്കബിലായ റാക്ക് കൊടുത്ത് ഇഫത്തിന് വേണ്ടി ഹംസേനെ കളഞ്ഞു. അങ്ങനെ നീണ്ടു പോകും ആ ശ്ലോകം. ഇതൊക്കെ ബൈഹാർട്ടാക്കി കാണാതെ പഠിച്ചിട്ട് അവസാനം തർഅയീന എന്നത് ഇമ്മാ തറയിന്ന എന്നായി എന്ന് പറയുമ്പോഴേക്കാകെ വേർത്തൊലിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ കൊണ്ടുവരുന്നത് ഒരു കത്ത്. പള്ളിയുടെ പ്രസിഡന്റ് ഗൾഫിൽ നിന്ന് വന്നതാണ്. ഈ പള്ളിക്ക് പണം അയക്കാൻ ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റും ഇതിൻ്റെ സ്ഥിതി വിവരങ്ങളും ഒക്കെ അറിയിച്ചു കൊടുക്കാൻ അറബി അയച്ചതാണ്. ഇതൊന്ന് വായിക്കണം എന്ന് പറഞ്ഞിട്ട് കത്ത് കൊണ്ടുകൊടുത്താൽ ഈ തർഅയീന പാടിപ്പടിച്ച മുത്തഅല്ലിമും അത് ഓതിക്കൊടുത്ത മുദരിസും അന്തം വിട്ട് നോക്കി നിൽക്കുകയെന്നല്ലാതെ ഒന്നും മനസ്സിലാകാത്ത ഒരവസ്ഥ. അത് അറബി ഭാഷ പഠിക്കുന്ന ആളിൻ്റെ അവസ്ഥയാണ്. ഇന്നും അതേ സിലബസ് തന്നെയാണ് നിലവിലുള്ളത്, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. എന്നാൽ ഇത് തന്നെയാണ് വിശ്വാസരംഗത്തും പഠിപ്പിക്കുന്നത്, ഇത് തന്നെയാണ് കർമ്മരംഗത്തും പഠിപ്പിക്കുന്നത്. വിശ്വാസരംഗത്തെന്ത് പഠിപ്പിക്കുന്നു? ശറഉൽ അഖായിദ വരെ ഓതിക്കൊടുക്കും സാധാരണ പള്ളി ദർസുകളിൽ നിന്ന്. എങ്ങാനെങ്കിലും ഉസ്താദുമാര് അഖായിദുൽ ഔദി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അപ്പുറം ഓതിക്കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു വെക്കും, ശറഉൽ അഖായിദ കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഈമാൻ കളയരുതേ, ഇതുകൊണ്ട് അതൊക്കെ ബാത്തിലാകുമെന്ന്. ആ തലക്കെട്ടോട് കൂടിയാണ് അഖായിദുൽ ഔദിയ എന്ന കിതാബ് ഓതിക്കൊടുക്കുക. എന്നോട് എൻ്റെ ഉസ്താദ് KC ജമാലുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞ വാചകാണത്. ശറഉൽ അഖായിദ കൊണ്ട് കിട്ടിയ ഇഅ്തിഖാദ് ഈമാൻ ഉണ്ടല്ലോ, അതവിടെ വെച്ചോ,
അക്കായുൽ ഔദി കൊണ്ട് അതൊക്കെ അങ്ങ് പൊളിയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. ചെറുപ്പത്തിൽ ഓതിപ്പടിച്ചത് അല്ലാഹു മൗജൂദും ഖദീമും ബാഖി എന്ന് പറഞ്ഞിട്ട് ഒരു പദ്യം, അത് തന്നെ അതിന്റെ തുടർച്ചയാണ്. ചെറുപ്പത്തിൽ ഓതിപ്പടിക്കുമ്പോൾ അല്ലാഹു ആലിമാണ്, അവന് ഇൽമുണ്ട്, അല്ലാഹു ജാഹിലല്ല, അവന് ജഹലില്ല, അങ്ങനെ 4 എന്നും പറഞ്ഞ് ഓതിപ്പടിച്ചതുണ്ടല്ലോ. അതിന്റെ വിവരണം തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. പടച്ചവനെ സംബന്ധിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിന്റെ ഇൽമ് എന്താണ്? അവന്റെ എന്താണ്? അള്ളാഹു കാണുമെന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു കേൾക്കുമെന്ന് പറഞ്ഞാൽ എന്താണ്? അത് സാധാരണക്കാരന്റെ കേൾവി പോലെയാണോ, അതല്ലെങ്കിൽ അസാധാരണക്കാരന്റെ കേൾവി പോലെയാണോ? ഈ ലോകത്തുള്ള ഏതെങ്കിലും സൃഷ്ടിയുടെ കേൾവി പോലെയും കാഴ്ച പോലെയുമാണോ അള്ളാഹുവിന്റെ കാഴ്ചയും കേൾവിയും? അവ തമ്മിലുള്ള അന്തരം എന്താണെന്ന് ഒരു മുതഅല്ലിമിന് പഠിപ്പിച്ചു കൊടുക്കുന്ന പരിപാടി ദർസിലില്ല. അതല്ലെങ്കിൽ സാധാരണക്കാരന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്തം പണ്ഡിതന്മാർക്കില്ലാത്തതുപോലെയാണ് അവർ ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ വാക്താക്കളാണെന്ന് അവകാശപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വിശ്വാസങ്ങളാണ് ഞങ്ങൾ ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവകാശപ്പെടുന്ന ആ വിഭാഗം വിശ്വസിച്ച വിശ്വാസങ്ങളൊന്നും ഇസ്ലാമിക വിശ്വാസങ്ങളല്ല, ഖുർആനിന് പരിചയമുള്ള വിശ്വാസങ്ങളല്ല, ഹദീസിന് പരിചയമുള്ള വിശ്വാസങ്ങളല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുമല്ല. കാരണം നമ്മെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നത് പോലെ തന്നെ മറ്റേതൊക്കെയോ വ്യക്തികൾ അറിയുമെന്ന് പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരോടുകൂടി പ്രാർത്ഥന നടത്താനുള്ള ആഹ്വാനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെവിടെ നിന്ന് മനസ്സിലാക്കിയതാണ്? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ശറഉൽ അഖായിദിൽ ഉണ്ടോ? അഖായിദുൽ അർദിയയിൽ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും വിശ്വാസകാര്യങ്ങൾ പഠിപ്പിക്കുന്ന കിതാബുകളിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലൊന്നും കാണിച്ചു തരാനോ പറഞ്ഞു തരാനോ അവരുടെ പക്കൽ ഒന്നുമില്ല. പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്നത് എന്തുകൊണ്ട്? കിതാബോധി പഠിക്കാത്ത, പള്ളി ദർസിൽ പോകാത്ത സാധാരണക്കാരായ ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അതിനെതിരെ പറഞ്ഞാൽ ഇവിടെ പലതും സംഭവിക്കുമെന്ന് പേടിച്ചിട്ട് അവർക്കൊത്ത് പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ഈ ചെയ്യുന്നത്. വളരെ ദയനീയമാണ്. എല്ലാ വിഷയത്തിലും അതാണ് അവസ്ഥ. ഖുർആനും ഹദീസും അനുസരിച്ചാ ജീവിക്കേണ്ടതെന്ന് പറയും. എന്നാൽ ഖുർആനും ഹദീസും അനുസരിച്ച് നമ്മൾ ജീവിക്കുക, അങ്ങനെ നമ്മളൊരു തീരുമാനത്തിലെത്തുക എന്ന് ചോദിച്ചാൽ അത് രണ്ടും നമുക്ക് മനസ്സിലാകൂല. നമുക്ക് ഇമാമുകൾ പറഞ്ഞതേ മനസ്സിലാകൂ. അതുകൊണ്ട് ഷാഫി ഇമാമു പറഞ്ഞതുപോലെ ജീവിക്കണം. ഓക്കെ, എന്നാൽ ഷാഫി ഇമാമു പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുക. അതിന് ഉസ്താദേ, ഷാഫി ഇമാമിൻ്റെ ഏത് കിതാബാ പള്ളി ദർസ് ഓതിക്കൊടുക്കുന്നത്? ഷാഫി ഇമാമു ഉണ്ടാക്കി ഏതെങ്കിലും ഒരു കിതാബ് ഓതിക്കൊടുക്കണ്ടേ? പള്ളി ദർസ് പോട്ടെ, കോളേജ് സിലബസിലുണ്ടോ ഷാഫി ഇമാം ഉണ്ടാക്കി ഏതെങ്കിലും കിതാബ്? എങ്കിൽ അതനുസരിച്ച് ജീവിക്കാമായിരുന്നു. അതെവിടെ? ഷാഫി ഇമാമു പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല, അതും നമുക്ക് മനസ്സിലാവൂല. പിന്നെ താഴെയുള്ള പണ്ഡിതന്മാർ അവരെഴുതിയ കിതാബുകളിലുള്ളതനുസരിച്ച് നമുക്ക് ജീവിക്കാം എന്നാണ് അടുത്ത തീരുമാനം. താഴോട്ട് വരികയാണ്. അവസാനം വന്ന് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഫതുഹുൽ മുഈനുള്ളത് അനുസരിച്ച് നമുക്ക് ജീവിക്കാം എന്ന തീരുമാനത്തിലെത്തിയ മുസ്ലിയാർ അതിലുള്ള കാര്യം ജനങ്ങളോട് തുറന്നു പറയാൻ മടിക്കുക. അതിലുള്ള കാര്യം ജനങ്ങളോട് തുറന്നു പറയുകയാണെങ്കിൽ നമസ്കരിച്ചതിന് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്താതെ എഴുന്നേറ്റ് പോകണം, അങ്ങനെ പലതുമുണ്ട്. അതുവരെ പറയാൻ മടിച്ചിട്ട് ലാസ്റ്റ് ജനങ്ങൾ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു കൊടുക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ലാത്ത വിധത്തിൽ മതവിദ്യാഭ്യാസം മതപ്പതിച്ച ഒരു കാലഘട്ടത്തിലാണ് ഈ പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നാം ഇതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകളെ വീണ്ടും ഇനിയും നമുക്ക് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ശരിയായ ആശയാദർശത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനം എല്ലാ കോണുകളിലും, എല്ലാ നഗരങ്ങളിലും, എല്ലാ ഗ്രാമങ്ങളിലും വ്യാപകമായി നടക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് വേദികൾ ഉണ്ടാകുമെന്ന് കരുതി നിർത്തുന്നു. അസ്സലാമു അലൈക്കും. കായംകുളം കൊറ്റുകുളങ്ങര സ്ഥലത്തെ
വടുതല PM അബൂബക്കർ മുസ്ലിയാരുടെ ശിക്ഷണത്തിൽ പഠിച്ച ശേഷം തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെ റഹ്മാനിയ അറബി കോളേജിൽ നിന്നും റഹ്മാനി ബിരുദം നേടുകയും ചെയ്ത നാസറുദ്ദീൻ റഹ്മാനി എത്തിച്ചേരാൻ പറ്റാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ സന്ദേശം സിറ്റി ISM സെക്രട്ടറിയായ മുംതാസ് അഹമ്മദ് വായിക്കുന്നതാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷിർക്കിൻ്റെയും അനാചാരങ്ങളുടെയും കോട്ടക്കൊത്തളങ്ങളിൽ നിന്നും ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന പണ്ഡിതരുടെ സമ്മേളനം നടക്കുന്നത് അറിഞ്ഞു. അൽഹംദുലില്ലാ. പ്രസ്തുത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വ്യക്തിപരമായ കാരണങ്ങളാൽ എത്തിച്ചേരാൻ കഴിയാതെ വന്നിരിക്കുകയാണ്. ആയതിനാൽ സമ്മേളനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നസീറുദ്ദീൻ റഹ്മാനി. തൗഹീദിൻ്റെ മഹത്വപൂർണമായ സന്ദേശം മുന്നിൽ കണ്ടുകൊണ്ട് സൗദി അറേബ്യയിലെ സലഫി പണ്ഡിതനായ അബ്ദുള്ള അൽ ജിബ്രീൻ്റെ ശിക്ഷണത്തിൽ പഠിച്ചുകൊണ്ടിരിക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന അലവിക്കുട്ടി മുസ്ലിയാർ സമ്മേളനത്തിൽ എത്തിച്ചേരാൻ കഴിയില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അയച്ച സന്ദേശം ഇവിടെ വായിക്കുകയാണ്. സ്നേഹാദരവോടെ അസ്സലാമു അലൈക്കും. സിറ്റി മണ്ഡലം ISM കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പുതുമയാർന്ന പരിപാടിയായ ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്ന പരിപാടി പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടായിപ്പോയി. കാരണം ഞങ്ങളെപ്പോലെ മുസല്യാക്കന്മാരെ ഒന്നിക്കുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായാണെന്ന് തോന്നുന്നു. ഇത്തരം ഒരു പരിപാടി പങ്കെടുക്കാൻ സാധിക്കാതെ വന്നതിൽ അതിയായ സങ്കടമുണ്ട്. നമ്മുടെ ബാധ്യതയായി ഇതിനെ ഞാൻ കാണുന്നു. ജോലി ആവശ്യാർത്ഥം പങ്കെടുക്കാൻ പറ്റില്ലെന്ന് അറിയിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് റബ്ബ് ഇതൊരു സ്വാലിയായ അമലായി സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അലവിക്കുട്ടി മുസല്യാർ. ആന്ത്രോത്ത് ദ്വീപിൽ നിന്നും KT ഉസ്മാൻ മൗലവി അയച്ച ഫാക്സ് സന്ദേശം ഇവിടെ വായിക്കുകയാണ്. കോഴിക്കോട് സിറ്റി മേഖല ISM കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പണ്ഡിത സംഗമത്തിൽ പങ്കാളിയാകാൻ സാധിക്കാത്തതിൽ ഖേദമുണ്ട്. പക്ഷേ ദ്വീപിൽ നിന്നും കേരളക്കരയിലെത്താനുള്ള യാത്രാ സംബന്ധമായ പരിമിതികളാണ് കാരണം. നിങ്ങളുടെ മഹത്തായ ഈ സംരംഭം പുതുമയാർന്നതും വളരെ ശ്ലാഘനീയവുമാണ്. മനസ്സാവാച സർവ്വവിധ ഭാവുകങ്ങളും നേരുകയാണ്. പൊതുജനങ്ങളുടെ ഉപ്പും ചോറും തിന്ന് വളരുന്ന പുരോഹിതവർഗം പള്ളി ദർസുകളിൽ നിന്നും ഓതിപ്പഠിക്കുന്ന പരമാർത്ഥങ്ങൾ പൊതുജനത്തിന് മുമ്പിൽ മൂടിവെക്കുകയാണ്. മാലമൗലുദുകളിലെ അർത്ഥശൂന്യതകളും ഷാഫി മദ്ഹബിനെ കുറിച്ചുള്ള സമഗ്ര വിശകലനവും പരലോകബോധമുള്ളവനെ ചിന്തിപ്പിക്കാതിരിക്കുകയില്ല. വിശുദ്ധ ഖുർആനും തിരുനബിചര്യയും മാറ്റിവെച്ച് നൂലാമാലകളും വാറോലകളും പകരം സ്വീകരിച്ചതാണ് മുസ്ലിയാന്മാർക്ക് പറ്റിയ തെറ്റ്. ഭൗതിക നേട്ടങ്ങളോർത്ത് സത്യം മൂടിവെച്ച് ഈ മുസ്ലിയാക്കന്മാർ സമൂഹത്തെ വഞ്ചിക്കുകയാണെന്ന തിരിച്ചറിവാണ് സമസ്തയുടെ വഴിയിൽ നിന്ന് മാറി യഥാർത്ഥ പാത തിരഞ്ഞെടുക്കുവാൻ എനിക്ക് പ്രേരകമായത് എന്നറിയിക്കട്ടെ. പൗരോഹിത്യത്തിൻ്റെ കൽച്ചങ്ങലകളിൽ നിന്നും ഈ സമൂഹത്തെ നാഥൻ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഈ സംഗമത്തിന് ഒരിക്കൽ കൂടി സർവ്വവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് KT ഉസ്മാൻ മൗലവി. അടുത്തതായി ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് മലപ്പുറം എടരിക്കോട് പഞ്ചായത്ത് പുതുപ്പറമ്പ് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് എന്നിവിടങ്ങളിൽ 1999 വരെ പള്ളി ദർസിൽ പഠിക്കുകയും KNM മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി 1999 ഇറക്കിയ ലഘുലേഖയിലെ പരാമർശമായ മൗലീദിൻ്റെ അർത്ഥശൂന്യതയിൽ മനസ്സിലാക്കി ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന ഫൈസൽ മുസ്ലിയാർ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ ഇസ്ലാഹി പണ്ഡിതരെ, സഹോദരി സഹോദരന്മാരെ, എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റവാക്കിൽ പറയുവാനുള്ള മറുപടി സത്യം തുറന്നു പറയണമെന്ന അതിയായ താല്പര്യം കൊണ്ടാണ് എന്നാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ പണ്ഡിതന്മാർ തിങ്ങി നിറഞ്ഞിരിക്കുന്ന നാട്ടിലോ ഒരു പണ്ഡിത കുടുംബത്തിലോ ജനിച്ചു വളരുകയും അതിൻ്റെ പ്രബോധനവും പ്രചാരകനുമായിക്കൊണ്ട് സജീവമായ സംഘടനാ പ്രവർത്തനങ്ങളുമായി സുന്നി വേദികളിൽ സുന്നി രംഗങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. സൂചിപ്പിക്കപ്പെട്ടതുപോലെ മലപ്പുറം ജില്ലയിലെ എടരിക്കോട് പഞ്ചായത്തിൽ പുതുപ്പറമ്പ് എന്നറിയപ്പെടുന്ന പുതുപ്പറമ്പ് എന്ന മുമ്പ് കാലത്ത് വാളക്കുളം എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമം, ഒരുപാട് പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ, സമസ്തയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന, സമസ്തയുടെ ഒന്നാമത്തെ മദ്രസ നിലകൊള്ളുന്ന പുതുപ്പറമ്പിൽ സാമ്പത്തികമായും തറവാടുപരമായും വൈജ്ഞാനികമായും ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ പിതാവ് പട്ടിക്കാട് ജാമ്യാനുലിയയിൽ നിന്നു ഒന്നാമത്തെ ബാച്ചിൽ ഫൈസി ബിരുദം വാങ്ങിക്കൊണ്ടു പുറത്തിറങ്ങുകയും ദീർഘമായ 36 വർഷക്കാലം മുദരിസായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തയാളാണ്. ഇന്ന് സംഘടനമെന്ന് പറയട്ടെ, അദ്ദേഹം ജോലി ചെയ്യുന്നത് മമ്പുറം മഖാമിലെ ആ ജാറത്തിങ്ങിലെ ഏറ്റവും വലിയ അവിടുത്തെ കാർമ്മികനായിക്കൊണ്ട്, അഥവാ അതിന് പറയേണ്ടുന്ന പദമതല്ല, പക്ഷേ പിതാവ് പറയുന്നത് നീ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ശരി പൂജാരി എന്ന് പറയരുത് എന്ന, അതുകൊണ്ട് ഞാൻ ആ പദം ഉപയോഗിക്കുന്നില്ല. ആ രീതിയിലാണ്, അങ്ങനെയുള്ള കുടുംബത്തിലാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ ജ്യേഷ്ഠനാണെങ്കിൽ ചെമ്മാട് ദാറുൽ ഹുദാ ഇസ്ലാമിക് അക്കാദമിയിൽ നിന്നു ഒന്നാമത്തെ ബാച്ചിൽ തന്നെ ഹുദവി ബിരുദം വാങ്ങി പുറത്തിറങ്ങിയ മനുഷ്യനാണ്. മറ്റു 2 ജ്യേഷ്ഠന്മാർ മുസ്ലിയാക്കന്മാരെ ജോലി ചെയ്യുന്നതിനിടയിൽ വിദേശത്തേക്ക് ജോലി ആവശ്യത്തിന് പോയതിനാൽ ഇന്ന് ആ ഫീൽഡ് വിട്ടുകൊണ്ട് മറ്റൊരു ഫീൽഡിൽ പ്രവർത്തിക്കുന്നുവെന്ന് മാത്രം. ഇങ്ങനെ എല്ലാ നിലക്കും നാട്ടിലോ മുൻപന്തിയിൽ നിൽക്കുന്ന കുടുംബത്തിൽ ജനിച്ചതിനാൽ ആ ഒരു ആവേശം ഉൾക്കൊണ്ട് തന്നെയായിരുന്നു വളരെ ചെറുപ്പം മുതലേ സുന്നി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നത്. അന്ന് മുജാഹിദ് എന്ന് കേട്ടാൽ, ജമാഅത്ത് എന്ന് കേട്ടാൽ അറുപ്പോടെ വെറുപ്പോടെ, എത്രത്തോളം എന്ന് വെച്ചാൽ ഞാനെന്ന് പറയാറുള്ളത് കാഫിറായാലും ശരി മുജാഹിദാവാൻ ഞാനില്ല എന്നായിരുന്നു. എത്രയോ മുജാഹിദ് പ്രവർത്തകരെ മുഖത്ത് നോക്കിയിട്ട് എടാ നീ കാഫിറാണെന്ന്, നീ ഇബ്ലീസാണെന്ന് നേർക്ക് നേരെ പറഞ്ഞ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ധാരാളമുണ്ട്. മുജാഹിദായ മനുഷ്യനെ നമസ്കാരത്തിന് തുറന്ന് നിസ്കരിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം എൻ്റെ സഹപാഠിയായ, എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായിരുന്ന എൻ്റെ കൂടെയുള്ള മുസ്ലിയാർ അദ്ദേഹവുമായി 4 ദിവസം പിണങ്ങി നിൽക്കുക പോലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർത്തു പോകുന്നത് ആ കാലത്ത് വേങ്ങരക്കടുത്തുള്ള അച്ചനമ്പലം എന്ന സ്ഥലത്ത് ഒരു മുജാഹിദ് പള്ളിയിൽ അറിയാതെ ജുമുഅക്ക് പെട്ടുപോവുകയാണ്. അന്ന് ഇതേ വേഷവും കൂടെ തലയിലൊരു തൊപ്പിയും ആ തൊപ്പിക്ക് മീതെ തലപ്പാവും തോളിൽ ടവലും കൂടെ ഇട്ടുകൊണ്ടായിരുന്നു ഞാൻ ആ പള്ളിയിൽ കയറിയിരുന്നത്. എൻ്റെ കൂടെ ഹുദവിയായ ജ്യേഷ്ഠനുണ്ട്, മറ്റു 2 ജ്യേഷ്ഠന്മാരുണ്ട്, എളാപ്പയുണ്ട്. ഇങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ഒരു യാത്ര മധ്യയാണ് മുജാഹിദ് പള്ളിയിൽ കയറാൻ ഇടവരുന്നത്. മുജാഹിദ് പള്ളിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ ജ്യേഷ്ഠന് അറിയാം. അദ്ദേഹം എന്നെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് കയറ്റിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് വളരെ ലളിതമായ വേഷത്തിൽ, അഥവാ ഒരു വെള്ളത്തുണിയും കുപ്പായവും ഇട്ടു തലയിൽ ടവല് മാത്രം ഇട്ടു മിമ്പറിൽ കയറി മലയാളത്തിൽ പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനെയാണ് അതുവരെ കണ്ട് പരിചയമുള്ളത്. ഒരുപാട് വേഷവിധാനങ്ങളോടുകൂടി ആ മിമ്പറിലേക്ക് കയറിയിട്ട് അറബിയിൽ ഖുത്ബ നിർവഹിക്കുന്ന ഖതീബുമാരെ കണ്ട് ശീലിച്ച എനിക്ക് ഇതൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അന്ന്
കൂടെയുള്ള ഓരോരുത്തരോട് ഞാൻ ചോദിച്ചു, ഇറങ്ങിപ്പോകുകയല്ലേ, തയ്യാറുണ്ടോ ചോദിച്ചപ്പോ എൻ്റെ ജ്യേഷ്ഠന്മാരും എളാപ്പയും അടക്കം പറഞ്ഞത്, എടാ കയറിപ്പോയില്ലേ, ഇനിയെങ്ങനെ ഇറങ്ങിപ്പോവാന്ന. ഏതായാലും സുന്നത്ത് ജമാഅത്തിന് ആവേശം ഉൾക്കൊണ്ട എനിക്ക് അവിടെ ഇരിക്കാൻ സാധിച്ചില്ല. ഞാൻ അവസാനം തീരുമാനിക്കുന്നത് രണ്ടാമത്തെ ഖുതുബ അറബിയിലാണെങ്കിൽ ഇവിടെ ഇരിക്കാം, അതല്ലെങ്കിൽ ഇരിക്കുന്ന പ്രശ്നമില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് കാത്തിരിക്കുകയാണ്. രണ്ടാമത്തെ ഖുതുബക്ക് ഖതീബ് കയറിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലും അൽഹംദുലില്ലാ ഇത് അറബിയിൽ തന്നെയാണ് എന്ന വിചാരമാണ്. പക്ഷെ അതങ്ങ് കഴിഞ്ഞു ഇയാൾ വീണ്ടും തുടങ്ങി മലയാളത്തിൽ. ഇത് കേട്ടു ഏകദേശം 3-4 മിനിറ്റ് കൊണ്ട് രണ്ടാമത്തെ ഖുതുബ കഴിഞ്ഞു ഇഖാമത്ത് വിളിക്കുകയും ചെയ്തു. പിന്നെ ആലോചിച്ചു നിന്നില്ല, അവിടെ ജുമുഅക്ക് കൂടാതെ ഇറങ്ങിപ്പോന്നിട്ട് വീട്ടിൽ വന്ന് ളുഹ്ർ നമസ്കരിക്കുകയാണ് ചെയ്തത്. പിന്നീട് അൽഹംദുലില്ലാ അതേ പള്ളിയിൽ പോയി 2 ഖുതുബ നിർവഹിക്കാനുള്ള അവസരം പടച്ചിറപ്പിനിക്ക് നൽകുകയുണ്ടായി. പടഞ്ഞു വന്നത് അന്ന് മുജാഹിദ് എന്ന് കേട്ടാൽ, മുജാഹിദ് പ്രസ്ഥാനം എന്ന് കേട്ടാൽ അങ്ങേയറ്റം തെറ്റിദ്ധാരണയോടുകൂടി നടന്നിരുന്ന ഒരു കാലമായിരുന്നു. പക്ഷേ സാധാരണ മുസ്ലിയാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായി അന്നും സത്യത്തിന്റെ കൂടെ നിൽക്കണമെന്ന താല്പര്യമായിരുന്നു ആ ഫീൽഡിൽ ഇറങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതല്ലാതെ ഇതുമൂലം വരുമാനമുണ്ടാക്കണമെന്നോ, ഇതുമൂലം സമൂഹത്തെ പറ്റിക്കണമെന്നോ, ഇതുമൂലം എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾ നേടണമെന്നോ താല്പര്യമില്ലാതെ. കാരണം ഞാൻ സൂചിപ്പിച്ചല്ലോ, സാമ്പത്തികമായി വളരെയധികം ഉയർന്ന കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. സമൂഹത്തിന്റെ പണം എനിക്ക് ആവശ്യമില്ലായിരുന്നു ജീവിക്കാനോ. ധാരാളം സമ്പാദ്യങ്ങൾ പിതാവിന് തന്നെ ഉണ്ടായത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ലാതെ ആത്മാർത്ഥമായി തന്നെ മാലകളും മൗലീദുകളും കുതുബിയത്തുകളും ഒക്കെയായി കഴിഞ്ഞുകൂടുന്നതിനിടെയാണ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ KNM മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഇറക്കുന്ന ജന്മദിനാഘോഷം ഇസ്ലാമികമോ എന്ന ലഘുലേഖ എൻ്റെ മുമ്പിൽ വന്നുവിടുന്നത്. അന്ന് നാട്ടിലെ തന്നെ പള്ളിയിൽ, നാട്ടിലെ തന്നെ മദ്രസയിൽ അതുമായി ബന്ധപ്പെട്ട റബീഉൽ അവ്വൽ പരിപാടികളെല്ലാം വളരെ സജീവമായി പങ്കെടുക്കുകയും എൻ്റെ കൂടെയുള്ള 2 മുസ്ലിയാക്കന്മാർ, കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ, മുഹമ്മദ് മുസ്ലിം മുസ്ലിയാർ, ഞങ്ങൾ 3 ആളും കൂടെ ഒന്നിച്ചാണ് അന്ന് റബീഉൽ അവ്വലുമായി ബന്ധപ്പെടുന്ന എല്ലാ ഏർപ്പാടിനും മുമ്പിൽ ഇറങ്ങാറുണ്ടായിരുന്നത്. ദഫ് സ്കൗട്ട് തുടങ്ങിയ എല്ലാവിധ ഏർപ്പാടുകളും അതിൻ്റെ അധ്യാപകരായി കൂട്ടത്തിൽ നടക്കുന്നതിനിടയിലാണ് ഈ ലഘുലേഖ കണ്ണിൽപ്പെടുന്നത്. ആ ലഘുലേഖയിൽ മൗലിദിലെ ഏതാനും വരികൾ എടുത്തു ധരിച്ചുകൊണ്ട് അതിനെ വിമർശിക്കുമ്പോൾ ആദ്യമൊക്കെ വിമർശന ബുദ്ധിയോടെയാണ് അത് വായിച്ചതെങ്കിൽ അതിങ്ങ് വായിച്ചു പോകുമ്പോൾ അതിനിടയിൽ കാണുന്നത് ഷറഫുൽ അനാം മൗലിദിലെ അഷ്റഖ ബൈത്തിലെ 11ാമത്തെ വരി, അഥവാ നമ്മുടെ നാട്ടിലൊക്കെ ഈ മാസം വളരെ കൂടുതലായി ആലപിക്കപ്പെട്ട വരിയുണ്ടല്ലോ, അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ വഫീർ ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു